ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് പണമില്ല. ആശാ വർക്കർമാർക്ക് കുടിശ്ശിക കൊടുക്കാനും വലിയ പാടാണ്. പക്ഷേ PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം കൂട്ടിക്കൊടുക്കാൻ ധാരാളം പണമുണ്ട്. PSC ചെയർമാന്റെ ശമ്പളം മന്ത്രിസഭ ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈം സ്കെയിലിലേക്കാണ് ഉയർത്തിയത്. 76,450 രൂപയായിരുന്നു നിലവിൽ ചെയർമാന്റെ ശമ്പള സ്കെയിൽ. ഇത് 2,24,100 രൂപയാകും. സ്കെയിൽ മാത്രം കൂടിയത് 1,47,650 രൂപ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. കേന്ദ്ര ജുഡീഷ്യൽ ഓഫീസർമാർക്ക് നിശ്ചയിച്ച DA കിട്ടും. നിലവിൽ ശമ്പള സ്കെയിലിന്റെ 223% DA. ഇനിയും 223% കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് കടന്ന കൈയായി പോകും. ചെയർമാന് 35,000 രൂപ വാടക അലവൻസ് ലഭിക്കും. ചുരുക്കത്തിൽ 3.5-4 ലക്ഷം രൂപ PSC ചെയർമാന് ശമ്പളമായി കയ്യിൽ കിട്ടും. DA നിർണ്ണയിക്കും ഇവരുടെ ശമ്പളത്തിന്റെ കനം. ഇനി PSC അംഗത്തിന്റെ ശമ്പളം. ജില്ലാ ജഡ്ജിയുടെ സെലക്ഷൻ സ്കെയിൽ PSC അംഗത്തിന് കിട്ടും. 70,290 രൂപയാണ് ഇപ്പോൾ അംഗത്തിന്റെ സ്കെയിൽ. ഇത് 2,19,090 രൂപയാക്കി. നിശ്ചിത ശതമാനം DAയും കിട്ടും. PSC അംഗത്തിനും കിട്ടും 35,000 രൂപ HRA. അംഗത്തിന് 10,000 രൂപ യാത്രാബത്തയുമുണ്ട്. എല്ലാം കൂടി ചേരുമ്പോൾ 3 ലക്ഷത്തിന് പുറത്ത് ശമ്പളം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. PSC അംഗത്തിന്റെ നിലവിലെ ശമ്പള സ്കെയിൽ 2006 ശേഷം പരിഷ്കരിച്ചിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ജുഡീഷ്യൽ ഓഫീസർമാരുടെ ശമ്പളമാണ്. ഒരുപാട് നാളായി പരിഷ്കരണം ആവശ്യപ്പെട്ട് PSC സർക്കാരിനോട് പരാതി പറയുന്നുണ്ട്. അതുകൊണ്ട് അനുവദിച്ചു കൊടുത്തെന്ന് സർക്കാരും പറയും. പക്ഷേ പട്ടിണി മാറ്റാൻ പണം ചോദിക്കുന്നവരുടെ മുന്നിൽ PSCയിലെ ശമ്പള പരിഷ്കരണത്തിന് എന്ത് പ്രസക്തിയെന്ന് ജനം ചോദിക്കും. ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇഷ്ടക്കാരാണല്ലോ PSC ചെയർമാനും അംഗങ്ങളുമൊക്കെ. അതുതന്നെയാണ് ഉത്തരവും.